നമ്മുടെ ബൈബിളിലെ കുറേ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെ രണ്ടുപേരാണ് ഏസാവും യാക്കോബും. നിങ്ങൾക്കറിയില്ലേ അവരെ? നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നേ. പുണ്യവാനിസഹാക്കിനുണ്ടായി രണ്ട് മക്കൾ, ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. ഈ യാക്കോബില്ലേ ഒരു കുസൃതികാരൻ തന്നെയായിരുന്നു. ആളുടെ ഏറ്റവും വലിയ കുസൃതി എന്ന് പറയുന്നത് ഏസാവിന്റെ രൂപം എടുത്തിട്ട് ഇസഹാക്കിന്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും അവിടെ എഴുതി വാങ്ങിച്ച് നാടുവിട്ടു. അത്രേ ചെയ്തുള്ളൂ. പിന്നെ യാക്കോബ് കല്യാണവും കുടുംബവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവദൂതന്മാര് ദർശനം വന്നിട്ട് പറഞ്ഞു, നീ തിരികെ നിന്റെ നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നാട്ടിലേക്ക് പോകാൻ യാക്കോബിന് നല്ല മടിയുണ്ട്. കാരണം ഏസാവിനായിട്ട് ഇത്ര യുദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് യാക്കോബ് പോകുമ്പോൾ ചെയ്തൊരു സൂത്രപ്പണി എന്താണെന്നറിയോ? അവൻ അന്നേ വരെ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളിൽ നിന്നും കുറെ ആടുകളെയും കഴുതകളെയും ഒട്ടകത്തിനെയും എല്ലാം കൂട്ടി അവൻ സ്വന്തം നാട്ടിലേക്ക് പോയി, ഏസാവിന്റെ അടുത്തേക്ക്. യാക്കോബ് വരുന്നത് അറിഞ്ഞിട്ട് ഏസാവ് വലിയൊരു പടയായിട്ടാണ് അവിടെ കാത്തു നിന്നത്. അപ്പൊ യാക്കോബ് എന്താ ചെയ്തെന്നറിയോ? യാക്കോബ് ഇതെല്ലാം മാറ്റി 7 തവണ ഏസാവിന്റെ മുന്നിൽ താണു വണങ്ങി. ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോ ഏസാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അത്രയ്ക്കേ ഉള്ളൂന്നേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും. ഒന്ന് പോയിട്ട് സോറിന്നോ ക്ഷമിക്കണേന്നോ പറഞ്ഞ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു സമ്മാനം വേണമെങ്കിൽ കൂട്ടിക്കോളൂ. എല്ലാ ഈഗോയും മറന്ന് ക്ഷമിക്കാലോ.